ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ആവശ്യത്തിന് പഠിച്ചാൽ മാർക്ക് കിട്ടും, ആവശ്യത്തിൽ കൂടുതൽ പഠിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇതാണ് കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 2021 മുതൽ 2024 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് PSC പറയുന്നത് പഠിക്കാനായിട്ട്. ഇത് എല്ലാം പഠിക്കുക എന്നുള്ളത് ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പ്രായോഗികമല്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഏതാണോ അതുമാത്രം തിരഞ്ഞു പിടിച്ച് കണ്ടതിന് ശേഷം അതുമാത്രം പഠിച്ച് റിവിഷൻ ചെയ്യുക. ഇത് മാത്രമാണ് എക്സാം ഹോളിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇന്ന് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് കോർ സബ്ജക്റ്റിനെ അത്രത്തോളം കിടപിടിക്കുന്ന മറ്റൊരു സബ്ജക്റ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 20 മാർക്കിൽ 15 മാർക്കിനെങ്കിലും മുകളിലേക്ക് വരാത്ത ഒരു ഉദ്യോഗാർത്ഥിക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് LDC 2024 വേണ്ടി ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് 500 എണ്ണമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് PSC ബുള്ളറ്റിൻ, അതേപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് മാഗസിൻ, ന്യൂസ് പേപ്പർ, ഇത്രയും കാര്യങ്ങളിൽ നിന്നുമുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും വന്ന ചോദ്യങ്ങൾ കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മൊത്തമായിട്ട് ഈ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നേരെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് പോരെ. അവിടെ നിങ്ങൾക്കുള്ള നോട്ട് അവൈലബിൾ ആയിരിക്കും. ഈ ക്ലാസ് കണ്ടതിന് ശേഷം 1-2 തവണയെങ്കിലും നോട്ടും വായിക്കുക. അതിനുശേഷം കൃത്യം 9 മണിക്ക് നമുക്ക് ടെലഗ്രാമിൽ പോൾ ഉണ്ടാകും. അതിലും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പോയെങ്കിൽ മാത്രമാണ് കറണ്ട് അഫയേഴ്സ് കൺഫ്യൂഷൻ ഇല്ലാതെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് എക്സ്പോസാറ്റ്? ആദ്യം തന്നെ ഇതിന്റെ ഫുൾ ഫോം ആണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ് എക്സ്പോസാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ് എന്നതാണ് എക്സ്പോസാറ്റിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്താണ് അപ്പോൾ എക്സ്പോസാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ഉപഗ്രഹം അയക്കുന്ന ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. അത് രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ എക്സ്പോസാറ്റ് എന്ന് പറയുന്ന ആ ഒരു ഉപഗ്രഹം എന്നാണ് വിക്ഷേപിച്ചത് എന്ന് ചോദിച്ചാൽ മക്കളെ 2024 ജനുവരി 1-നാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. എക്സ്പോസാറ്റ് വാഹനം വിക്ഷേപിച്ചത് ഏത് ഉപഗ്രഹത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PSLV C-58 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഇത് വിക്ഷേപിച്ചത്. PSLVയുടെ 60ാമത്തെ ദൗത്യമാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് എക്സ്പോസാറ്റ് മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പോസാറ്റ് വിക്ഷേപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് എക്സ്പോസാറ്റ് മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം അയക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഒന്നാമത്തെ രാജ്യം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ രാജ്യം ആരാണ്? അത് അമേരിക്കയാണ്. ഓക്കെ, ഒന്നാമത്തെ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണ്. ഓക്കെ, ഈ മിഷനൊപ്പം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച വിസാറ്റും ഇതിന്റെ കൂടെ വിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സ്പോസാറ്റിന്റെ കൂടെ എന്താണ്? അതായത് ഈ മിഷനൊപ്പം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വിസാറ്റ് എന്ന് പറയുന്നതും ഇതിന്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? വിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനത്തിൽ അൾട്രാ വയലറ്റ് വികിരണങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാ വയലറ്റ് വികിരണങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സ്പോസാറ്റിനെ കുറിച്ച് പഠിച്ചത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് വിക്ഷേപിച്ചത് 2024 ജനുവരി 1-നാണ് വിക്ഷേപിച്ചത്. വിക്ഷേപിച്ച വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? PSLV C-58 ആണ് വിക്ഷേപണ വാഹനം. PSLVയുടെ എത്രാമത്തെ ദൗത്യമായിരുന്നു എക്സ്പോസാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50ാമത്തെ ദൗത്യമാണ്. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുക എന്നതാണ് എക്സ്പോസാറ്റ് മിഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യത്തെ പോയിന്റ് തന്നെ അതാണ് പറഞ്ഞത്. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കുക എന്ന ലക്ഷ്യത്തോടെ എന്താണ് ഇന്ത്യ അയച്ച ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? എക്സ്പോസാറ്റ്. തമോഗർത്തങ്ങളെ കുറിച്ച് പഠിക്കാൻ ഉപഗ്രഹം അയക്കുന്ന എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ രാജ്യം. ആദ്യത്തെ രാജ്യം ഏതാ? അമേരിക്കയാണ്.
ഈ മിഷനൊപ്പം പൂജപ്പുര LBS വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികൾ നിർമ്മിച്ച വിസാറ്റും വിക്ഷേപിച്ചു. അത് എന്തിനായിരുന്നു? കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാ വയലറ്റ് വികിരണങ്ങളുടെ സ്വാധീനം മനസ്സിലാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ആദിത്യ L1 എപ്പോഴും PSC എന്താണ്, സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങളിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ആദിത്യ L1. അതായത് ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമാണ് ഏതെന്ന് പറയുന്നത്, ആദിത്യ L1 എന്ന് പറയുന്നത്. വിക്ഷേപിച്ചത് എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 2023 സെപ്റ്റംബർ 2-നാണ് എന്ത്, ആദിത്യ L1 എന്ന് പറയുന്നത് വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, PSLV C-57 ആണ്. അപ്പൊ PSLV C-57 ആണ് ഏത് വിക്ഷേപിച്ചത്, ആദിത്യ L1 എന്ന് പറയുന്നത് വിക്ഷേപിച്ചത്. പ്രൊജക്ട് ഡയറക്ടർ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, നിഗർ ഷാജി ആണ് ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത്, നിഗർ ഷാജി. മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, SR ബിജു ആണ് ഇതിന്റെ മിഷൻ ഡയറക്ടർ, SR ബിജു. ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തേക്ക് പേടകം എത്തുന്നത്. ഓക്കെ, ഇനി എന്താണ്, ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള സൗര ഭൗമ ലഗ്യാഞ്ചൻ പോയിന്റ്, അതായത് L1 പോയിന്റ് എന്നാണ് അതിനെ പറയുന്നത്, ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1 പോയിന്റ്, അതായത് ലഗ്യാഞ്ചൻ പോയിന്റ് എന്ന് പറയുന്നതിന്റെ അകത്തേക്ക് എന്ത് ചെയ്യുക, പേടകത്തെ എത്തിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 ജനുവരി 6-നാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. 2024 ജൂലൈ 2-ന് ആദിത്യ L1 എവിടെ, ഹാലോ ഓർബിറ്റർ ആദ്യ ഭ്രമണം പൂർത്തിയാക്കി. ഓക്കെ, അപ്പോൾ 2024 ജൂലൈ 2-ന് ആദിത്യ L1 ഹാലോ ഓർബിറ്ററിൽ ആദ്യ ഭ്രമണം എന്ത് ചെയ്തു, പൂർത്തിയാക്കി. 178 ദിവസം എടുത്താണ് ആദിത്യ L1 ഹാലോ ഓർബിറ്ററിലെ ആദ്യ സഞ്ചാരം പൂർത്തിയാക്കിയത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആദിത്യ L1-മായി ബന്ധപ്പെട്ട് വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ്, വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2-ആണ്. അതേപോലെ വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, അത് PSLV C-57 ആണ്. പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി ആണ്. മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ അത് SR ബിജു ആണ്. എങ്ങനെയാണ് ഇത് പേടകം പുറത്തേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺബോർഡ് പ്രൊപ്പൽഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന് പുറത്തേക്ക് പേടകം എത്തുന്നത്. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L1-ന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ പേടകത്തെ എത്തിക്കുക എന്നതായിരുന്നു ഇതിന്റെ പദ്ധതി. ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് 2024 ജനുവരി 6, 2024 ജൂലൈ 2-ന് ആദിത്യ L1 ഹാലോ ഓർബിറ്ററിൽ ആദ്യ ഭ്രമണം പൂർത്തിയാക്കി. 178 ദിവസം എടുത്താണ് ആദിത്യ L1 ഹാലോ ഓർബിറ്ററിലെ ആദ്യ സഞ്ചാരം പൂർത്തിയാക്കിയത്. എപ്പോഴും PSC ചോദിക്കാറുള്ളതാണ് ഈ പറയുന്ന 7 പേലോഡുകളാണ് നിലവിൽ ഇതിനുള്ളത്. ഒന്നാണ് വെൽക്ക്, രണ്ടാമത്തെ സൂട്ട്, മൂന്നാമത്തെയാണ് അസാപ്സ്, നാലാമത്തെയാണ് പാപ്പ, അഞ്ചാമത്തെയാണ് സോളക്സ്, ആറാമത്തെയാണ് ഹീലിയോസ്, ഏഴാമത്തെയാണ് മാഗറ്റോ മീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ 7 പേലോഡുകളാണ് ഏതിനുള്ളത്, ആദിത്യ L1 എന്ന് പറയുന്ന ഈ നിലവിൽ ഇതിനുള്ളത്. ഓക്കെ, അതായത് സൗരദൗത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ വാഹനത്തിന്, അതായത് ആദിത്യ L1 എന്ന് പറയുന്ന ഉപഗ്രഹത്തിനുള്ളത് 7 പേലോഡുകളാണ്. ഓക്കെ, ഒന്നാമത്തെ വെൽക്ക്, അതായത് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണാഗ്രാഫ്, അതായത് സൂര്യന്റെ ബാഹ്യവലയമായ കൊറോണയെ കുറിച്ച് പഠിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, വെൽക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സൂട്ട് എന്ന് പറയുന്നത് സോളാർ അൾട്രാ വയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്, അതായത് സൂര്യന്റെ ചിത്രങ്ങൾ എടുക്കുക, സൗരവികിരണം, വ്യതിയാനങ്ങൾ അളക്കുക എന്നിവയാണ് സൂട്ട് എന്ന് പറയുന്ന ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തതാണ് അസാപ്സ് എന്ന് പറയുന്നത്, ആദിത്യ സോളാർ വിൻഡ് പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ് എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം. അപ്പോൾ ഇതാണ് അസ്പെക്സ് എന്ന് പറയുന്നത്. അടുത്തത് പാപ്പ, പ്ലാസ്മ അനലൈസർ പാക്കേജ് ഫോർ ആദിത്യ എന്നതാണ് പാപ്പയുടെ ഫുൾ ഫോം. അടുത്തതാണ് സോളക്സ്, അതായത് സോളാർ ലോ എനർജി എക്സ്റേ സ്പെക്ട്രോമീറ്റർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അടുത്തതാണ് ഹീലിയോസ് എന്ന് പറയുന്നത് സൂര്യന്റെ എക്സ്റേ കിരണങ്ങളെ കുറിച്ച് പഠിക്കുന്നത്. അടുത്തതാണ് മാഗറ്റോമീറ്റർ എന്ന് പറയുന്നത് സൂര്യന്റെ
കാന്തിക വലയത്തെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആദിത്യ L1 7 പേലോഡുകൾ അതേപോലെ സൂര്യനെ കുറിച്ച് പഠിക്കാനാണ് ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2. ഓരോ കാര്യങ്ങളും എത്ര തവണ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, ഓരോ കറണ്ട് അഫയേഴ്സും നിങ്ങൾ പഠിക്കാനായിട്ട് പോവുക. കാരണം ഇത് ഞാൻ ഒരു തവണ 2 തവണ റിപ്പീറ്റ് ചെയ്യണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ഇവിടെ വന്ന് കാണാനൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ ഒറ്റയടിക്ക് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഓക്കെ, ഇനി അടുത്തതാണ് ചന്ദ്രയാൻ 3. ഇന്ത്യയുടെ 3ാമത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ഏതെന്ന് പറയുന്നത് ചന്ദ്രയാൻ 3 എന്ന് പറയുന്നത്. വിക്ഷേപിച്ചത് 2023 ജൂലൈ 14 എന്ത് ചെയ്തത്, ഈ പറയുന്ന ചാന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്, സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്നുമാണ് എന്ത് വിക്ഷേപിച്ചത്, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനമാണ് LV-M3 അല്ലെങ്കിൽ M4 എന്നറിയപ്പെടുന്നത് ആണ് ഏത് ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. ലിക്വിഡ് ഹൈഡ്രജൻ ആണ് ഇന്ധനമായി ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ലിക്വിഡ് ഹൈഡ്രജൻ വഴിയാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന നമ്മുടെ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത്. വിക്ഷേപണ വാഹനം ചോദിച്ചു കഴിഞ്ഞാൽ LV-M3 ആണ്. ഓക്കെ, ഇനി ഇതിന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ആരാണ്, P വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ P വീരമുത്തുവേല്. മിഷൻ ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ അതാണ് മോഹനകുമാർ. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2023 ഓഗസ്റ്റ് 23 ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയത് എന്നാന്ന് ചോദിച്ചാൽ 2023 ഓഗസ്റ്റ് 5 ചന്ദ്രയാൻ 3 വിക്രം ലാൻഡറിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് ശിവശക്തി പോയിന്റ്. ഇത് റീസെന്റ് ചോദിച്ച ചോദ്യമാണ്. ചന്ദ്രയാൻ 3 വിക്രം ലാൻഡർ ഇറങ്ങിയ സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ്. ഇനി ചന്ദ്രയാൻ 2 ലാൻഡർ തകർന്നു വീണ സ്ഥലം അറിയപ്പെടുന്ന പേരാണ് തിരങ്ക. ഓക്കെ, അപ്പൊ ചന്ദ്രയാൻ 2 ലാൻഡർ തകർന്നു വീണ സ്ഥലം അറിയപ്പെട്ടിരുന്ന പേരാണ് എന്ത്, തിരങ്ക എന്ന് പറയുന്നത്. ഇനി ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ സുരക്ഷിതമായി പേടകം ലാൻഡ് ചെയ്യിപ്പിക്കുക. അതായത് സോഫ്റ്റ് ലാൻഡിംഗ് എന്നതാണ് ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ചന്ദ്രോപരിതലത്തിലൂടെ റോവർ ഉപയോഗിച്ചുള്ള പരീക്ഷണം. ചന്ദ്രോപരിതലത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുക. അതേപോലെ ചന്ദ്രനിലെ താപനില വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി പേലോഡായിട്ടുള്ള ചാസ്തെ, അതായത് ചാന്ദ്ര സർഫസ് തെർമോ ഫിസിക്കൽ എക്സ്പെരിമെന്റ്. ഓക്കെ, ഇനി ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് പോകും തോറും എന്താണ്, താപനില കുറയുന്നു. ഇനി ദേശീയ ബഹിരാകാശ ദിനം നമുക്ക് ഓർത്തു വെക്കാം, കാരണം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം, ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഓഗസ്റ്റ് 23 എന്ത് ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഓഗസ്റ്റ് 23 എന്താണ്, ദേശീയ ബഹിരാകാശ ദിനമാണ്. എന്തിനാണ് അങ്ങനെ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 ആക്കിയത്, ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കായാണ് ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചന്ദ്രയാൻ 3ന്റെ പറഞ്ഞത്. അതായത് എന്നാണ് ചാന്ദ്ര പര്യവേഷണ ദൗത്യം വിക്ഷേപിച്ചത് 2023 ജൂലൈ 14. എവിടെ നിന്നാ, സതീഷ് ധവാൻ സ്പേസ് സെന്റർ, എവിടെ, ശ്രീഹരിക്കോട്ട. വിക്ഷേപണ വാഹനമാണ് LV-M3 എന്ന് പറയുന്നത്. ലിക്വിഡ് ഹൈഡ്രജൻ ആയിരുന്നു ഇതിനെ ഇന്ധനമായിട്ട് ഉപയോഗിച്ചത്. പ്രൊജക്ട് ഡയറക്ടർ P വീരമുത്തുവേലാണ്. മിഷൻ ഡയറക്ടർ മോഹനകുമാറാണ്. അതേപോലെ തന്നെ എന്താണ്, ഇത് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് 2023 ഓഗസ്റ്റ് 23 അതേപോലെ തന്നെ എന്താണ്, ഭ്രമണപഥത്തിൽ 2023 ഓഗസ്റ്റ് 5 എന്ത് ചെയ്തു, ഇത് എത്തുകയുണ്ടായി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, അത്രയെങ്കിലും എന്ത് ചെയ്യുക, 1 2 3 തവണ സെറ്റ് ചെയ്ത് പഠിച്ച് റെഡിയാക്കി വയ്ക്കുക. അതേപോലെ ദേശീയ ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23 എന്തിന്റെ ഓർമ്മയ്ക്കാ, ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതിന്റെ ഓർമ്മയ്ക്കാണ് ഓഗസ്റ്റ് 23 ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങിയത്. അടുത്തത് SSLV D2 EO07.
വിക്ഷേപിച്ചത് 2023 ഫെബ്രുവരി 10-നാണ് വിക്ഷേപിച്ചത്. ISRO വിജയകരമായി പൂർത്തിയാക്കിയ ദൗത്യമാണ് SSLV D2, അതേപോലെ തന്നെ EOS 07. ഓക്കെ, SSLV എന്നതിന്റെ ഫുൾ ഫോം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നതാണ് SSLV എന്നതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. 3 ഉപഗ്രഹങ്ങളെ ഈ ദൗത്യത്തിലൂടെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. അപ്പൊ 3 ഉപഗ്രഹങ്ങളെയാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ഒരു എന്താണ് ദൗത്യത്തിലൂടെ ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഈ SSLV എന്നതിന്റെ അപരനാമം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ താഴെ പറയുന്നവയിൽ ബേബി റോക്കറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? SSLV ആണ് ബേബി റോക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദൗത്യത്തിൽ ഉൾപ്പെടുന്ന ഉപഗ്രഹങ്ങളാണ് EOS 07. ISRO നിർമ്മിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? EOS 07 എന്ന് പറയുന്നത്. അടുത്തത് ജനാസ്, അതായത് അമേരിക്കയിലെ ആൻഡ്രീസ് നിർമ്മിച്ച ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? ജനാസ് എന്ന് പറയുന്നത്. അടുത്തത് ആസാദി സാറ്റ്, അതായത് ചെന്നൈയിലെ സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഉടനീളമുള്ള 750 വിദ്യാർത്ഥിനികൾ ചേർന്ന് നിർമ്മിച്ച ഉപഗ്രഹമാണ് ആസാദി സാറ്റ് എന്ന് പറയുന്നത്. 750ഓളം എന്താണ് വിദ്യാർത്ഥിനികളാണ് സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന ആസാദി സാറ്റ് എന്ന് പറയുന്നത് ഉപഗ്രഹം നിർമ്മിച്ചത്. ഓക്കെ, അപ്പോൾ ഈ 3 ഉപഗ്രഹങ്ങളാണ് ദൗത്യത്തിൽ പോയത്. ഒന്ന് EOS 07, അടുത്തത് ജനാസ്, അത് അമേരിക്കയിലെ ആൻഡ്രീസ് നിർമ്മിച്ച ഉപഗ്രഹമാണ്. ആസാദി സാറ്റ് ചെന്നൈയിലെ സ്പേസ് കിഡ്സ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലുടനീളമുള്ള 750 വിദ്യാർത്ഥിനികൾ ചേർന്നാണ് ഇത് നിർമ്മിച്ചത്. അപ്പോൾ SSLV എന്നതിന്റെ ഫുൾ ഫോം ചോദിച്ചു കഴിഞ്ഞാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. SSLVയുടെ അപരനാമമാണ് എന്തെന്ന് പറയുന്നത്? ബേബി റോക്കറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് LV-M3. 36 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ഏറ്റവും വലിയ റോക്കറ്റാണ് ഏതെന്ന് പറയുന്നത്? LV-M3 എന്ന് പറയുന്നത്. ഈ LV-M3 വിക്ഷേപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ് വിക്ഷേപിച്ചത്? 2022 ഒക്ടോബറിലാണ് LV-M3 നിർമ്മിച്ചത്. ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്നതാണ് എന്തിന്റെ ഈ പറയുന്ന LV-M3യുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതർവൈസ് നോൺ എസ് ഇത് എന്താണ്? GSLV മാർക്ക് 3 എന്ന പേരിലും അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ LV-M3 തന്നെയാണ്. അപ്പോൾ LV-M3 അതർവൈസ് നോൺ എസ് എന്താണ്? GSLV മാർക്ക് 3. വൺവെബ് മിഷന്റെ ഭാഗമായി 36 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ചതാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന LV-M3 അല്ലെങ്കിൽ GSLV മാർക്ക് 3 എന്ന് പറയുന്നത്. 6 ടൺ പേലോഡുകളുള്ള ആദ്യ ഇന്ത്യൻ റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്? LV-M3 എന്ന് പറയുന്നത്. അപ്പോൾ 6 ടൺ പേലോഡുകളുള്ള ആദ്യ ഇന്ത്യൻ റോക്കറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? നമ്മുടെ LV-M3 അല്ലെങ്കിൽ GSLV M3 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് PSLV C-54. ഓക്കെ, വിക്ഷേപിച്ചത് 2022 നവംബർ 26-നാണ് PSLV C-54 വിക്ഷേപിച്ചത്. 9 ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ദൗത്യമാണ് PSLV C-54 എന്ന് പറയുന്നത്. അപ്പോൾ 9 ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ദൗത്യമാണ് PSLV C-54. ഓഷ്യൻ സാറ്റ് ശ്രേണിയിലെ 3ാം തലമുറ ഉപഗ്രഹമായ EOS 06 ഉൾപ്പെടെയുള്ള 9 ഉപഗ്രഹങ്ങളെയാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. PSLV C-54 ദൗത്യത്തിന്റെ ഡയറക്ടറായ മലയാളി ആരാന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതാണ് R ബിജു എന്ന് പറയുന്നത്. അപ്പോൾ PSLV C-54 എന്നാണ് വിക്ഷേപിച്ചത്? 2022 നവംബർ 26. 9 ഉപഗ്രഹങ്ങളെയാണ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചത്. അതേപോലെ തന്നെ എന്താണ്? ഓഷ്യൻ സാറ്റ് ശ്രേണിയിലെ 3ാം തലമുറ ഉപഗ്രഹമായിട്ടുള്ള EOS 06 എന്ത് ചെയ്തു? ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഈ ദൗത്യത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ആരെന്ന് പറയുന്നത്? R ബിജു എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. SSLV D1 EOS 02 വിക്ഷേപിച്ചത് 2022 ഓഗസ്റ്റ് 7-നാണ്. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ISRO വിക്ഷേപിച്ച ചെറു ഉപഗ്രഹമായ വാഹനമാണ് ഏതെന്ന് പറയുന്നത്? SSLV D1-ഉം EOS 02 എന്ന് പറയുന്നതും. സെൻസറുകൾ തകരാറിലായതിനെ തുടർന്ന് EOS 02, ആസാദി സാറ്റ് എന്നീ ഉപഗ്രഹങ്ങളെ നിശ്ചിത ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. ചെറിയ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കാൻ ശേഷിയുള്ള
വാഹനമാണ് ഇതെന്ന് പറയുന്നത്. ISROയുടെ ഏറ്റവും ചെറിയ വിക്ഷേപണ വാഹനം എന്നറിയപ്പെടുന്നത് ഏതാ ചോദിച്ചാൽ അതും ഏതാണ്? SSLV D1 ആണ് ഏറ്റവും ചെറിയ വാഹനം എന്ന് പറയുന്നത്. ഒരേ സമയം ഒന്നിലധികം മൈക്രോ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കാനായിട്ട് ഈ ഒരു എന്താണ് ഇതിന് പറ്റുന്നു, ഉപഗ്രഹത്തിന് പറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിക്ഷേപിച്ചത് 2022 ഓഗസ്റ്റ് 7. അതേപോലെ എന്താണ്, ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ISRO വിക്ഷേപിക്കുന്ന ചെറു ഉപഗ്രഹ വിക്ഷേപണ വാഹനമാണ് SSLV D1 EOS-02 എന്ന് പറയുന്നത്. ഇതെന്താണ്, സക്സസ് ആയില്ല എന്നതാണ് ഏറ്റവും വലിയ മറ്റൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് രോഹിണി RH-200. രോഹിണി RH-200 അതായത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൗണ്ടിങ് റോക്കറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? രോഹിണി RH-200 ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൗണ്ടിങ് റോക്കറ്റ്. വിക്ഷേപിച്ചത് എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2022 നവംബർ 23 ഇത് വിക്ഷേപിച്ചത്. വിക്ഷേപണ സ്ഥലം തുമ്പ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ, തിരുവനന്തപുരം. നമുക്കറിയാം ടേൾസിൽ നിന്നാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന രോഹിണി RH-200 വിക്ഷേപിച്ചത്. ഇനി കാലാവസ്ഥാ പഠനത്തിനും അന്തരീക്ഷ പഠനത്തിനുമായി ഉപയോഗിക്കുന്ന സൗണ്ടിങ് റോക്കറ്റുകളാണ് ഏതെന്ന് പറയുന്നത്? രോഹിണി എന്ന് പറയുന്നത്. അപ്പോൾ കാലാവസ്ഥാ പഠനത്തിനും അന്തരീക്ഷ പഠനത്തിനുമായി ഉപയോഗിക്കുന്ന സൗണ്ടിങ് റോക്കറ്റുകളാണ് ഏത്? രോഹിണി. ഇനി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സൗണ്ടിങ് റോക്കറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് രോഹിണി 75 എന്ന് പറയുന്നത്. അതായത് RH-75 എന്ന പേരിൽ അറിയപ്പെടുന്നതും ഏത് തന്നെയാ? രോഹിണി 75 ആണ്. തോൽവി അറിയാതെ തുടർച്ചയായി 200 വിക്ഷേപണം നടത്തിയ ISROയുടെ റോക്കറ്റാണ് ഏതെന്ന് പറയുന്നത്? രോഹിണി 200 എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ RH-200 എന്ന പേര് അതിന് ലഭിച്ചത്. അതായത് എന്താണ്, തോൽവി അറിയാതെ തുടർച്ചയായിട്ട് 200 തവണ അത് വിക്ഷേപിച്ചു. ഇപ്പോഴും എന്താണ്, അത് വിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്രത്തോളം എന്താണ്, ആ ഒരു റോക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, നിലവിൽ പല പല ഉപഗ്രഹങ്ങളുമായി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് RH-200 എന്ന പേര് അതിന് ലഭിച്ചത്. ഓക്കെ, അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് മേഘ ട്രോപിക് 1 ആണ്. കാലാവധി പൂർത്തിയാക്കിയതിനെ തുടർന്ന് ISRO തിരിച്ചിറക്കിയ ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? മേഘ ട്രോപിക് 1 എന്ന് പറയുന്നത്. അപ്പോൾ കാലാവധി പൂർത്തിയാക്കിയതിനു ശേഷം എന്ത് ചെയ്തു? ISRO അതിനെ ഇറക്കിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാന്ത സമുദ്രത്തിലേക്കാണ് ഇതിനെ തിരിച്ചിറക്കിയത്. വിക്ഷേപിച്ചത് 2011 ഒക്ടോബർ 12 ലക്ഷ്യം, ഈ ഒരു മേഘ ട്രോപിക് എന്നതിന്റെ ലക്ഷ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, കാലാവസ്ഥാ നിരീക്ഷണത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മേഘ ട്രോപിക് 1 എന്ന് പറയുന്ന ഉപഗ്രഹം നമ്മൾ എന്ത് ചെയ്തത്, വിക്ഷേപിച്ചത്. എന്നായിരുന്നു? 2011. ഇന്നത് എന്ത് ചെയ്തേക്കാണ്, നിലവില് തിരിച്ചിറക്കി ശാന്ത സമുദ്രത്തിലേക്ക്. ഓക്കെ, കാലാവധി പൂർത്തിയായതിനെ തുടർന്ന്. അതാണ് ഏത്? മേഘ ട്രോപിക് 1 എന്ന് പറയുന്നത്. അടുത്തത് EOS-04. കൃഷി, വനം, തോട്ടങ്ങൾ, മണ്ണിന്റെ ഈർപ്പം, ജലശാസ്ത്രം, വെള്ളപ്പൊക്കം, മാപ്പിംഗ് തുടങ്ങിയ ആപ്ലിക്കേഷൻ എല്ലാ കാലാവസ്ഥയിലും ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? EOS-04 എന്ന് പറയുന്നത്. അപ്പോൾ കൃഷിക്കും അതേപോലെ തന്നെ എന്താണ്, കൃഷി അല്ലെങ്കിൽ വനം, തോട്ടങ്ങൾ, മണ്ണിന്റെ ഈർപ്പം, ജലശാസ്ത്രം, വെള്ളപ്പൊക്കം, മാപ്പിംഗ് തുടങ്ങിയ എല്ലാത്തിൻ്റെയും ഫോട്ടോ, അതായത് ഹൈ ക്ലാരിറ്റി ഫോട്ടോസ് എന്താണ്, ആപ്ലിക്കേഷൻ എല്ലാ കാലാവസ്ഥയിലും എന്ത് ചെയ്യാൻ പറ്റും, ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ എടുത്ത് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ലഭ്യമാക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്തത്, അയച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും 2022 ഫെബ്രുവരി 14 ഇത് വിക്ഷേപിച്ചത്. PSLV C-52 ആണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഓക്കെ, PSLV C-52 നമുക്ക് ഇത്ര മാത്രം ഓർത്താൽ മതി. അതായത് എന്താണ്, EOS-04 എന്ന് പറയുന്നത് എന്താണ്, കൃഷി, വനം, തോട്ടങ്ങൾ, മണ്ണിന്റെ ഈർപ്പം, ജലശാസ്ത്രം, വെള്ളപ്പൊക്കം, അപ്പോ മാപ്പിംഗ് തുടങ്ങിയ ആപ്ലിക്കേഷൻ എല്ലാ കാലാവസ്ഥയിലും ഉയർന്ന എന്താണ് നിലവാരമുള്ള ചിത്രങ്ങൾ നൽകാൻ രൂപകൽപ്പന ചെയ്ത റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ്. അപ്പോൾ റഡാർ ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? EOS-04 എന്ന് പറയുന്നത്. അത് വിക്ഷേപിച്ച വാഹനം ചോദിച്ചാൽ PSLV C-52 ആണ്. അത്രയെങ്കിലും ഓർത്തിരിക്കുക. ഓക്കെ, അടുത്തത് GSAT-24. ISRO നിർമ്മിച്ച ആദ്യ ഡിമാൻഡ് ഡ്രൈവൺ ഉപഗ്രഹമാണ് ഏതെന്ന് പറയുന്നത്? GSAT-24 എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ISRO നിർമ്മിച്ച ആദ്യ ഡിമാൻഡ് ഡ്രൈവൺ ഉപഗ്രഹമാണ് ഏത്? GSAT-24.
ഉപയോക്താക്കളുടെ ആവശ്യമനുസരിച്ച് ഉപഗ്രഹം നിർമ്മിച്ചു വിക്ഷേപിക്കുന്ന പദ്ധതിക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഡിമാൻഡ് ഡ്രൈവൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് ഏതാണോ ഉപയോക്താവ് അവരുടെ ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഉപഗ്രഹമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഡിമാൻഡ് ഡ്രൈവൺ എന്നതിനെ കുറിച്ച് പറയുന്നത്. അതായത് ആ പദ്ധതിക്ക് പറയുന്ന പേരാണ് ഡിമാൻഡ് ഡ്രൈവൺ. നമുക്ക് എന്താണോ ആവശ്യം ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാം. അപ്പൊ അതിന് പറയുന്നതാണ് ഡിമാൻഡ് ഡ്രൈവൺ എന്ന്. ഓക്കെ, ഇനി DTH സേവന ദാതാവായ നമുക്കറിയാം ടാറ്റ പ്ലേ വേണ്ടിയാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഓക്കെ, അപ്പോൾ GSAT-24 വിക്ഷേപിച്ചത് ആർക്ക് വേണ്ടിയിട്ടാ, DTH സേവന ദാതാവായ ടാറ്റ പ്ലേക്ക് വേണ്ടിയിട്ടാണ് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. ഓക്കെ, ഫ്രഞ്ച് ഗയാനയിലെ കൗറിയിൽ നിന്നാണ് ഉപഗ്രഹം വിക്ഷേപിച്ചത്. GSAT-24ന്റെ ഭാരം എന്ന് പറയുന്നത് 4180 കിലോഗ്രാം ആണ് GSAT-24ന്റെ ഭാരം എന്ന് പറയുന്നത്. ഈ ഉപഗ്രഹം എത്ര വർഷത്തേക്ക് പ്രവർത്തിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 വർഷമാണ് ഇതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്, GSAT-24. അപ്പോൾ ടാറ്റ പ്ലേക്ക് വേണ്ടിയിട്ടാണ് ഇത് എന്ത് ചെയ്തത്, നിലവിൽ വിക്ഷേപിച്ചത്. ഓക്കെ, 15 വർഷം പ്രവർത്തിക്കും. 4180 കിലോഗ്രാം ആണ്. ഫ്രഞ്ച് ഗയാനയിലെ കൗറിയിൽ നിന്നാണ് വിക്ഷേപിച്ചത്, DTH ദാതാവായ ടാറ്റ പ്ലേക്ക് വേണ്ടി. ഓക്കെ, അടുത്ത ചോദ്യം GSAT-N2 കുറിച്ചാണ് അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത്. വിക്ഷേപണ വാഹനം ഫാൽക്കൺ 9 ആണ്. ഓക്കെ, ഫാൽക്കൺ 9 ആണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. ഉൾനാടുകളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും ഉൾപ്പെടെ അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കുകയാണ് GSAT-N2 അല്ലെങ്കിൽ GSAT-20യുടെ എന്താണ് ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ അതിവേഗ കണക്ടിവിറ്റി എത്തിക്കുക, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന വിമാനങ്ങളിൽ ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കുക. ഓക്കെ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നമ്മുടെ എന്താണ് GSAT-N2 അല്ലെങ്കിൽ GSAT-20 എന്ന് പറയുന്ന വാഹനം വിക്ഷേപിച്ചത്. ഫാൽക്കൺ 9ലാണ് എന്ത് ചെയ്തത്, ഈ ഒരു എന്താണ് വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത്. GSAT-N2 വിക്ഷേപിച്ചത് ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ പ്രതിരോധ മേഖലയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അപ്പോൾ ഈ ശനിയാഴ്ചക്ക് വേണ്ടിയിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഉറപ്പായിട്ട് നോക്കണം. എക്സ്പോസാറ്റ്, എക്സ്റേ പോളാരിമീറ്റർ സാറ്റലൈറ്റ്, അതേപോലെ തന്നെ ആദിത്യ L1 വിക്ഷേപിച്ചത്, പ്രൊജക്ട് ഡയറക്ടർ, മിഷൻ ഡയറക്ടർ എല്ലാം നോക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, 7 പേലോഡുകളുണ്ട്. വെൽക്ക്, സൂട്ട്, അസപ്സ്, പാപ്പ, സോളക്സ്, ഹീലിയോ, മാഗ്നറ്റോമീറ്റർ. ഓക്കെ, അടുത്ത ചന്ദ്രയാൻ 3 ആണ്. ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ, മിഷൻ ഡയറക്ടർ, അതേപോലെ തന്നെ എന്താണ് എവിടെയാണ് ഇത് ലാൻഡ് ചെയ്ത്, സോഫ്റ്റ് ലാൻഡിങ് ചെയ്ത സ്ഥലം, അതേപോലെ തന്നെ എന്താണ് താപനില വ്യതിയാനത്തെ കുറിച്ച് പഠിക്കുന്ന പേലോഡ് ഏതാണ്, അതേപോലെ തന്നെ എന്താണ് ദേശീയ ബഹിരാകാശ ദിനം August 23, അതേപോലെ SSLV എന്താണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്നാണ് SSLVയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നിലവിൽ എന്ത് ചെയ്തത്, വിക്ഷേപിച്ചത്, അതേപോലെ ഇതിന്റെ കൂടെ എത്ര ഉപഗ്രഹങ്ങളാണ് പോയത്. അടുത്തത് LVM-3, അതായത് വൺ വെബ് മിഷന്റെ ഭാഗമായിട്ട് 36 ഉപഗ്രഹങ്ങളെ ഭ്രമണത്തിൽ എത്തിച്ചതാണ്. 6 ടൺ പേലോഡുകൾ ഉള്ള ആദ്യ ഇന്ത്യൻ റോക്കറ്റാണ് LVM-3. PSLVനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, 9 ഉപഗ്രഹങ്ങളെ വിജയകരമായിട്ട് എന്ത് ചെയ്തു, എത്തിച്ചു. SLV D1 EOS-07. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു ചെറിയ ഉപഗ്രഹങ്ങളെ ഭൂമിയുടെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിക്ഷേപിക്കാൻ ശേഷിയുള്ള വാഹനമാണ്. അടുത്ത് നമ്മൾ പറഞ്ഞതാണ് റോഹിണി, അതായത് തോൽവി അറിയാതെ തുടർച്ചയായി 200 വിക്ഷേപണം നടത്തിയ ISROയുടെ റോക്കറ്റാണ് റോഹിണി 200. മെഗാട്രോപിക് 1 എന്ന് പറയുന്നത് കാലാവധി പൂർത്തിയാക്കി ഇന്ന് ശാന്ത സമുദ്രത്തിലേക്ക് എന്ത് ചെയ്തു, നിലവിലെ തിരിച്ചിറക്കിയ ഉപഗ്രഹമാണ് മെഗാട്രോപിക്. EO-04 എന്ന് പറയുന്നത് കൃഷി, വനം, തോട്ടം, മണ്ണ് മാപ്പിംഗ് ഇതിന്റെയൊക്കെ അതായത് ചിത്രങ്ങൾ എടുക്കുന്ന ഇമേജിംഗ് സാറ്റലൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത് EOS-04 എന്ന് പറയുന്നത്. GSAT-24 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു 15 വർഷം പ്രവർത്തിക്കുന്ന GSAT-24ന്റെ ഭാരം 4180. അതേപോലെ തന്നെ ഇത് ഡിമാൻഡ് ഡ്രൈവൺ ഉപഗ്രഹമാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആവശ്യത്തിന് അത് കസ്റ്റമൈസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് ഈ GSAT-24 പ്രവർത്തിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്ക് വേണ്ടിയിട്ടാണ്, ടാറ്റ പ്ലേക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് അത് പ്രവർത്തിക്കുന്നത്. GSAT-N2 എന്ന് പറയുന്നത് ആരുടെയാണ്, ഫാൽക്കൺ 9 വിക്ഷേപിച്ച വാഹനമാണ്. മറ്റൊന്നുമല്ല, വിമാനങ്ങളിൽ ഇന്റർനെറ്റ് വേണം, അതേപോലെ തന്നെ
ഈ പറയുന്ന ആൻഡമാൻ നിക്കോബാർ ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ അതിവേഗ കണക്ടിവിറ്റി എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഉൾനാടുകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എന്ത് വേണം, അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് വിക്ഷേപിച്ചത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അപ്പോൾ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഇത്രയും ടോപ്പിക്സ് എങ്കിലും എന്ത് ചെയ്യുക, എക്സാമിന് പോകുന്നതിന് മുമ്പ് പക്ക ഒരു 2-3 തവണ എന്ത് ചെയ്യുക, ക്ലാസ് കാണുക, അതിനുശേഷം നോട്ടും വായിക്കുക. ഓക്കെ, അപ്പോൾ അത് സെറ്റ് ആയിക്കോളും. ഇനി ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്ന് എപ്പോഴും PSC ചോദിക്കാറുണ്ട് ചോദ്യങ്ങൾ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് INS തരംഗിണി. 2022 കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലെ പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലാണ് ഏതെന്ന് പറയുന്നത്, INS തരംഗിണി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2022 കൊച്ചിയിൽ നിന്നും 14 രാജ്യങ്ങളിലെ പര്യടനത്തിനായി പുറപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ പായ്ക്കപ്പലിന്റെ പേരായിരുന്നു INS തരംഗിണി. ഓക്കെ, ലോകയാൻ 2022 എന്നും നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ് മക്കളെ, INS തരംഗിണിയാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ലോകയാൻ 2022 എന്ന് നാമകരണം ചെയ്തത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം 14 രാജ്യങ്ങളിലായി 16 തുറമുഖങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്, INS തരംഗിണി സന്ദർശിക്കുന്നത്. ഓക്കെ, ആദ്യ പരീക്ഷണ സ്ക്വാഡിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയിലെ 200ഓളം അണ്ടർ ട്രെയിനിങ് ഓഫീസർമാരുടെ പരിശീലനമായിരുന്നു ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, 200ഓളം അണ്ടർ ട്രെയിനിങ് ഓഫീസർമാരുടെ പരിശീലനത്തിന് വേണ്ടിയാണ് INS തരംഗിണി എന്ത് ചെയ്തത്, 14 രാജ്യങ്ങളും 16 തുറമുഖങ്ങളും സന്ദർശിച്ചത്. ഓക്കെ, അപ്പോൾ INS തരംഗിണി ഓർത്തു വെച്ചോ, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ സെയിൽ ട്രെയിനിങ് കപ്പൽ കൂടിയാണ് ഏതെന്ന് പറയുന്നത്, INS തരംഗിണി എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് INS തരംഗിണിയുമായി ബന്ധപ്പെട്ടുള്ളൂ. അപ്പോ ഓർത്തു വെച്ചോ. അടുത്തത് INS വിക്രാന്ത്. 2022 സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. നിർമ്മാണ സ്ഥലം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നാണ് INS വിക്രാന്ത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നാണ് 2022 സെപ്റ്റംബർ 2. അങ്ങനെയാണെങ്കിൽ മക്കളെ നമ്മൾ ഇന്നത്തെ കോഡ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എന്നാണ് ലോക നാളികേര ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഹോട്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഒത്തിരി പേര്, അതായത് മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ പരാമർശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ പരാമർശിക്കുന്ന ഏതാന്നുള്ളത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് ഭാഗം 3 പറഞ്ഞു. ഒത്തിരി വിജയികൾ അതിൻ്റെ അകത്ത് ഉണ്ടായി. എല്ലാവർക്കും ഒത്തിരി എന്താണ് നിങ്ങളെ അഭിനന്ദിക്കുന്നു. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, തുടർന്നും ഇങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊക്കെ ടൈപ്പ് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചോദ്യമാണ് ലോക നാളികേര ദിനം എന്നാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്തത് നമുക്ക് പോകാൻ പോയിന്റിലേക്ക്. ഇന്ത്യൻ നേവിയുടെ ആദ്യ തദ്ദേശീയ നിർമ്മിത വിമാനവാഹിനി കപ്പലാണ് INS വിക്രാന്ത്. നിർമ്മിച്ചത് നമ്മൾ പറഞ്ഞു കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ്. പരമാവധി വേഗം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 28 knots ആണ്. അതായത് 52 km/h ആണ് എന്ത് ഈ കപ്പലിന്റെ പരമാവധി സ്പീഡ് എന്ന് പറയുന്നത്. 28 knots, അതർവൈസ് എന്താണ് 32 km/h ആണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്. ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ 30 വിമാനങ്ങൾ വഹിക്കാൻ ഈ ഒരു കപ്പലിന് കഴിയും. ഓക്കെ, അപ്പോൾ INS വിക്രാന്ത് എന്ന് പറയുന്നത് ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടെ 30ഓളം വിമാനങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന INS വിക്രാന്തിൽ വഹിക്കാനായിട്ട് പറ്റും. ഓക്കെ, 2002 പദ്ധതിക്ക് ക്യാബിനറ്റ് കമ്മിറ്റി അംഗീകാരം നൽകുന്നത്. വിക്രാന്ത് കമ്മീഷന് പുറമെ ഇന്ത്യൻ നേവിയുടെ നവീകരിച്ച പതാകയും പ്രധാനമന്ത്രി എന്ത് ചെയ്തു ആ ഒരു സമയത്ത്, അതായത് 2022 സെപ്റ്റംബർ 2 ഇന്ത്യൻ നാവികസേനയുടെ പതാകയും എന്ത് ചെയ്തു, ഇന്ത്യൻ നേവിയുടെ നവീകരിച്ച പതാകയും പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്തു. പഴയ പതാകയിൽ നിന്ന് സെന്റ് ജോർജ് ക്രോസ് നീക്കം ചെയ്തതിന് ശേഷം ശിവജിയുടെ രാജമുദ്ര അതാണ്. അതേപോലെ തന്നെ എന്താണ് നാവികസേനയുടെ നങ്കൂരവും കൂടിയാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ പതാകയിൽ. അപ്പൊ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങളാണ് ഏതിൻ്റെ അകത്ത് ഈ പറയുന്ന നമ്മുടെ പുതിയ പതാകയിൽ വന്നു. അത് 2022 സെപ്റ്റംബർ 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ത് ചെയ്തു, കമ്മീഷൻ ചെയ്തു. ഓക്കെ, അങ്ങനെ പുതിയ പതാക ഉൾപ്പെടെയാണ് നിലവിൽ എന്ത് ചെയ്തത്, INS വിക്രാന്ത് ഉദ്ഘാടനത്തിന്റെ സമയത്ത് നരേന്ദ്രമോദി നിലവിൽ എന്ത് ചെയ്തത്
ഈ പറയുന്ന പതാക. അതായത് പതാക എന്ന് പറയുന്നത് പഴയ പതാകയിൽ നിന്നും സെയിന്റ് ജോർജ് ക്രോസ് നീക്കം ചെയ്തു. ശിവജിയുടെ രാജമുദ്രയും നങ്കൂരവും ഉള്ള നാവികസേനയുടെ മുദ്രാവാക്യം എന്നിവ ഉൾപ്പെട്ടതാണ് നമ്മുടെ പുതിയ പതാക എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഒരു പാട്ടിലേക്ക് പോവാം. INS മർമഗോവ. INS മർമഗോവ 2022 കമ്മീഷൻ ചെയ്ത നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലാണ് ഏതെന്ന് പറയുന്നത് INS മർമഗോവ. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും കരുത്തുള്ള യുദ്ധക്കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് INS മർമഗോവ. പ്രൊജക്ട് 15B ഭാഗമായി നിർമ്മിക്കുന്ന രണ്ടാമത്തെ യുദ്ധക്കപ്പലാണ് INS മർമഗോവ. മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് കപ്പൽ നിർമ്മിച്ചത്. അപ്പോൾ ആരാണ് ഈ കപ്പൽ നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡ് ആണ് ഈ പറയുന്ന കപ്പൽ നിർമ്മിച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യ പ്രതിരോധം എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. അപ്പൊ ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ INS തരംഗിണി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 16 തുറമുഖങ്ങൾ സന്ദർശിച്ച് 14 രാജ്യങ്ങൾ ചുറ്റിയ എന്താണ് ലോകയാൻ 2022 എന്ന് നാമകരണം ചെയ്ത കപ്പൽ കൂടിയാണ് INS തരംഗിണി. അതേപോലെ തന്നെ INS വിക്രാന്ത്, അതായത് പരമാവധി വേഗം 28 knots 52 കിലോമീറ്റർ. അതായത് എന്താണ് നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സെപ്റ്റംബർ 2 ഇന്ത്യൻ നേവിയുടെ ആദ്യ തദ്ദേശീയ നിർമ്മിത വിമാനവാഹിനി കപ്പലാണിത്. ഓക്കെ, ഇനി എന്താണ് അടുത്ത് നമ്മൾ പറഞ്ഞു INS മർമഗോവ. അതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും കരുത്തുള്ള യുദ്ധക്കപ്പലാണ് INS മർമഗോവ. അപ്പൊ ഇത്രയെങ്കിലും എന്ത് ചെയ്യുക മകളെ ഒന്ന് നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത് സാഹിത്യ പുരസ്കാരങ്ങളാണ്. എപ്പോഴും PSC ചോദിക്കാറുണ്ട് സാഹിത്യ പുരസ്കാരങ്ങൾ. ആദ്യത്തെയാണ് വയലാർ അവാർഡ്. 2023 47ാമത് വയലാർ അവാർഡ് ജേതാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അതാണ് നമ്മുടെ ശ്രീകുമാരൻ തമ്പി. ഓക്കെ, അപ്പോ ഈ 2023 എത്രാമത്തെ വയലാർ അവാർഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 47ാമത്തെ വയലാർ അവാർഡാണ് ആർക്ക് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ കൃതി ആത്മകഥയാണ് ഏതെന്ന് പറയുന്നത് ജീവിതം ഒരു പെണ്ടുലം എന്ന് പറയുന്ന ആത്മകഥയ്ക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഓക്കെ, എത്ര ലക്ഷം രൂപയാണ് ഇതിന്റെ പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് എന്ത് വയലാർ അവാർഡിന്റെ പുരസ്കാരം എന്ന് പറയുന്നത്. അപ്പോ 2023 47ാമത്തെ വയലാർ അവാർഡ് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയായിട്ടുള്ള ഏത് കൃതിക്കാണ്? ജീവിതം ഒരു പെണ്ടുലം എന്ന് പറയുന്ന കൃതിക്കാണ് അവാർഡ് കിട്ടിയത്. ഓക്കെ, അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം 2023 ഡോക്ടർ SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ചത്. കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, അതേപോലെ നമ്മൾ നടന്ന വഴികൾ, സാഹിത്യ സംവാദങ്ങൾ, കാലം സാക്ഷി, ഇതൊക്കെയാണ് ഈ പറയുന്ന വസന്തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതികൾ എന്ന് പറയുന്നത്. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ, സാഹിത്യ സംവാദങ്ങൾ, കാലം സാക്ഷി. ഓക്കെ, അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയാണ്. എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചാൽ 5 ലക്ഷം രൂപയാണ്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്? സക്കറിയയ്ക്കാണ് കിട്ടിയത്. ഓക്കെ, 2023 സക്കറിയ. 2022 സേതുവിനാണ്. സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചാൽ 3 ലക്ഷം രൂപയാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. ഓക്കെ, ഇനി ONV പുരസ്കാരം 2024 ലഭിച്ചത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒഡിയ എഴുത്തുകാരിയായിട്ടുള്ള പ്രതിഭ റായിക്കാണ് ONV സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത്. മൂർത്തിദേവി അവാർഡ് നേടിയ ആദ്യ വനിത ആരാന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ്? പ്രതിഭ റായിയാണ്. എത്രയാണ് ഇതിന്റെ സമ്മാനത്തുക? ONV സാഹിത്യ പുരസ്കാരത്തിന്റെ 3 ലക്ഷം രൂപയാണ്. അപ്പോ 3 ലക്ഷം രൂപയാണ് ONV സാഹിത്യ പുരസ്കാരം 2024 ആർക്ക് ലഭിച്ചത്? പ്രതിഭ റായിക്ക് ലഭിച്ചത്. അടുത്തത് ഓടക്കുഴൽ പുരസ്കാരമാണ്. 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവാണ് PN ഗോപികൃഷ്ണൻ. ഓക്കെ, 53ാമത് ഓടക്കുഴൽ പുരസ്കാര ജേതാവ് PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ ഏത് കൃതിയാണെന്ന് ചോദിച്ചാൽ കവിത മാംസഭോജിയാണ് എന്ന് പറയുന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് കിട്ടിയത് ഓടക്കുഴൽ അവാർഡ്. 2022 ലഭിക്കുന്നത് അംബികാസുധൻ മങ്ങാട്, കൃതി പ്രാണവായു. സമ്മാനത്തുക എത്രയാണെന്ന് ചോദിച്ചാൽ ഓടക്കുഴൽ പുരസ്കാരം സമ്മാനത്തുക 30,000 രൂപയാണ് ഓടക്കുഴൽ പുരസ്കാര
സമ്മാന തുക എന്ന് പറയുന്നത്. അടുത്തത് പത്മപ്രഭ പുരസ്കാരം 2024 നേടിയത് റഫീഖ് അഹമ്മദ് ആണ്. പത്മപ്രഭ പുരസ്കാരം 2024 റഫീഖ് അഹമ്മദ്. പത്മപ്രഭ അവാർഡിന്റെ സമ്മാനത്തുക 75,000 രൂപയാണ്. പത്മപ്രഭ അവാർഡിന്റെ സമ്മാനത്തുക. ഹരിവരാസനം പുരസ്കാരം 2024 ഉറപ്പായിട്ടും ചോദിക്കാം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഹരിവരാസനം. മിക്കപ്പോഴും LDC തസ്തികകളിൽ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഹരിവരാസനം പുരസ്കാരം. അത് ആർക്കാണെന്ന് ചോദിച്ചാൽ വീരമണി ദാസൻ എന്ന് പറയുന്ന ആൾക്കാണ് എന്ത് കിട്ടിയത്? ഹരിവരാസനം പുരസ്കാരം. അതായത് സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് എന്തെന്ന് പറയുന്നത്? ഹരിവരാസനം പുരസ്കാരം. അതിന്റെ സമ്മാനത്തുക ചോദിച്ചു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് എന്തിന്റെ? സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് നൽകുന്ന പുരസ്കാരമായ ഏതിന്റെ? ഈ പറയുന്ന ഹരിവരാസനം പുരസ്കാരത്തിന്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. 2024 ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ്. 2024 ജ്ഞാനപ്പാന പുരസ്കാരം ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. സമ്മാനത്തുക 50,001 രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. ജ്ഞാനപ്പാന പുരസ്കാരം ആർക്കാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ്. രാധാകൃഷ്ണൻ കാക്കശ്ശേരിക്കാണ് ലഭിക്കുന്നത് എന്ത്? ഈ പറയുന്ന ജ്ഞാനപ്പാന പുരസ്കാരം. സമ്മാനത്തുക 50,001 രൂപയും ഗുരുവായൂരപ്പന്റെ രൂപമാലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണപ്പതക്കവുമാണ്. ഓക്കെ, അപ്പൊ 10 ഗ്രാം സ്വർണപ്പതക്കവും കൂടിയാണ് ഇതിന്റെ കൂടെ, 10 ഗ്രാം സ്വർണം കൂടിയാണ് ഇതിന്റെ കൂടെ കിട്ടുന്നത്. അടുത്തത് കടമ്മിനിട്ട പുരസ്കാരം 2024 നേടിയത് റഫീഖ് അഹമ്മദ് ആണ്. കടമ്മിനിട്ട പുരസ്കാരത്തിന്റെ തുക എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 55,555 രൂപയാണ് കടമ്മിനിട്ട പുരസ്കാരത്തിന്റെ തുക എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിലെ സാഹിത്യ പുരസ്കാരം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ എപ്പോഴും PSC ഇതിന്റെ അന്ന് ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ശനിയാഴ്ച എക്സാമിന് വേണ്ടി പോകുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് പോവുക. ഓക്കെ, അപ്പോൾ വയലാർ അവാർഡ് 2023 47ാമത്തെയാണ്. ആർക്കാണ് ലഭിച്ചത്? ശ്രീകുമാരൻ തമ്പി. എത്ര ലക്ഷം? 1 ലക്ഷം രൂപ. അദ്ദേഹത്തിന്റെ കൃതിയാണ് ജീവിതം ഒരു പെണ്ടുലം എന്ന് പറയുന്ന കൃതി. എഴുത്തച്ഛൻ 2023 ഡോക്ടർ SK വസന്തനാണ്. അദ്ദേഹത്തിന്റെ കൃതികളാണ് കേരള സംസ്കാര ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴി, സാഹിത്യ സംവാദങ്ങൾ, കാലം സാക്ഷി. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2023 സക്കറിയാണ്. 3 ലക്ഷം രൂപയാണ് അതിന്റെ സമ്മാനത്തുക എന്ന് പറയുന്നത്. ONV സാഹിത്യ പുരസ്കാരം 2024 വെരി വെരി ഇമ്പോർട്ടന്റ് പ്രതിഭ റായി ആണ്. ഏത് എഴുത്തുകാരിയാന്ന് വേണമെങ്കിൽ PSCക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒഡിയ എഴുത്തുകാരിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന പ്രതിഭ റായി എന്ന് പറയുന്നത്. സമ്മാനത്തുക 3 ലക്ഷം രൂപയാണ്. ഓടക്കുഴലാണെങ്കിൽ 53ാമത് ഓടക്കുഴൽ അവാർഡ് പുരസ്കാരം ലഭിച്ചതാണ് PN ഗോപികൃഷ്ണൻ. അദ്ദേഹത്തിന്റെ കൃതിയാണ് കവിത മാംസഭോജിയാണ്. ഓക്കെ, പത്മപ്രഭ 2024 റഫീഖ് അഹമ്മദ്. ഹരിവരാസനമാണെങ്കിൽ 2024 വീരമണി ദാസൻ. വീരമണി ദാസനാണ് ഹരിവരാസനം. 2024 ജ്ഞാനപ്പാന അർഹനായത് ആരാണ്? രാധാകൃഷ്ണൻ കാക്കശ്ശേരി. 50,001 രൂപയും ഗുരുവായൂരപ്പന്റെ ആലേഖനം ചെയ്ത 10 ഗ്രാം സ്വർണപ്പതക്കവും. കടമ്മിനിട്ടയാണെങ്കിലോ റഫീഖ് അഹമ്മദ് 2024 പുരസ്കാരത്തിന്റെ തുകയാണ് 55,555. ഇനി പുസ്തകങ്ങളും രചയിതാക്കളും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ഭാഗത്ത് നിന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പുസ്തകങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ന് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ബുക്കാണ് എന്തെന്ന് പറയുന്നത്? റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അഖിൽ P ധർമ്മജന്റെ പുസ്തകമാണ് രാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു നോവലാണ് ഈ പറയുന്ന രാം കെയർ ഓഫ് ആനന്ദി, അഖിൽ P ധർമ്മജൻ. നമ്മുടെ ടെലഗ്രാം ചാനലിലൊക്കെ നമ്മൾ ആ പുസ്തകം ഉൾപ്പെടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാനിത് വാങ്ങി വായിച്ചതാണ്, അതുകൊണ്ട്. ഓക്കെ, ഇനി മാക്കം എന്ന പെൺ തെയ്യം എന്ന് പറയുന്ന ബുക്ക് ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാ? അംബികാസുധൻ മങ്ങാട്ടിന്റെയാണ് മാക്കം എന്ന പെൺ തെയ്യം. ഓക്കെ, ഓഗസ്റ്റ് 17 ആരുടെ ബുക്കാ? S ഹരീഷിന്റെയാണ്. ഓഗസ്റ്റ് 17 S ഹരീഷിന്റെ ബുക്കാണ്. അടുത്തത് കറുപ്പും വെള്ളയുമായ വർണ്ണങ്ങളും ഏതാണ്? ശ്രീകുമാരൻ തമ്പിയുടെയാണ്. കറുപ്പും വെള്ളയായ വർണ്ണങ്ങളും. ഓക്കെ, അത് ശ്രീകുമാരൻ തമ്പി. താക്കോൽ എന്ന് പറയുന്നത് P സച്ചിദാനന്ദന്റെ നോവലാണ് താക്കോല്. കാലം സാക്ഷി എന്ന് പറയുന്ന ആത്മകഥ ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
ഉമ്മൻചാണ്ടിയുടെയാണ് കാലം സാക്ഷി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പശ്ചിമഘട്ടം ഒരു പ്രണയകഥ, മാധവ് ഗാഡ്ഗിലിന്റെയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, കാരണം മുല്ലപ്പെരിയാറിന്റെ ഇഷ്യൂ, അതേപോലെ തന്നെ എന്താണ് പശ്ചിമഘട്ടം, അതേപോലെ തന്നെ ഗാഡ്ഗിൽ കമ്മിറ്റി, ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോൾ എന്താണ് കൂടുതലായിട്ടും ചർച്ചകൾ വരുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം പശ്ചിമഘട്ടം ഒരു പ്രണയകഥ, ഇത് ഓൾറെഡി ചോദിച്ച ചോദ്യമാണ്. അത് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാധവ് ഗാഡ്ഗിലിന്റെയാണ് പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. മൈ ലൈഫ് ആസ് എ കോംറൈഡ് ആരുടെയാ? കെ ശൈലജ ടീച്ചറിന്റെ ബുക്കാണ് മൈ ലൈഫ് ആസ് എ കോംറൈഡ്. ആരാണ്? കെ ശൈലജ. ഓക്കെ, ഇന്ന് അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്. അത്രയധികം എന്താണ് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഔദ്യോഗിക നാമമാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ ഔദ്യോഗിക നാമം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം. ഉദ്ഘാടനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒക്ടോബർ 15, 2023. അപ്പൊ 2023 ഒക്ടോബർ 15 ഏത് നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം ഉദ്ഘാടനം ചെയ്തത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ ദിവ്യ എസ് അയ്യർ ആണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ ആണ് ദിവ്യ എസ് അയ്യർ. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാർ കമ്പനി ആരാണെന്ന് ചോദിച്ചാൽ 60 വർഷത്തേക്കാണ് അദാനി ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിക്ക് എന്ത് ചെയ്തത്? വിഴിഞ്ഞം തുറമുഖത്തിന്റെ കരാറ് കൊടുത്തത് 60 വർഷത്തേക്ക്. വിഴിഞ്ഞം ഉൾപ്പെടുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകരയാണ്. ഓക്കെ, അപ്പൊ വിഴിഞ്ഞം ഉൾപ്പെടുന്ന താലൂക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകര. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ചോദിക്കാൻ വേണമെങ്കിൽ ഏതാണ് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ ഷെൻഹുവ 15 വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കപ്പലാണ് ഷെൻഹുവ 15. രണ്ടാമത്തെ കപ്പൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷെൻഹുവ 29. ഓക്കെ, അപ്പൊ ചൈനയുടെ കപ്പലാണ് ഏതെന്ന് പറയുന്ന ഷെൻഹുവ 15 ഷെൻഹുവ 29. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ കണ്ടെയ്നർ കപ്പലാണ് സാൻ ഫെർണാണ്ടോ. അപ്പോ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കണ്ടെയ്നർ കപ്പൽ ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? സാൻ ഫെർണാണ്ടോ. ഇനി 2024 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ നാവികസേനാ കപ്പലാണ് INS സത്ലജ് J-17. ഓക്കെ, അപ്പോ 2024 ജൂണില് വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയ നാവികസേനയുടെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് INS സത്ലജ് J-17. പൊതുപങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ പൊതുപങ്കാളിത്തത്തോടെയുള്ള ആദ്യത്തെ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖമാണ് ഏതെന്ന് പറയുന്നത്? വിഴിഞ്ഞം എന്ന് പറയുന്നത്. 20 മീറ്റർ ആണ് അതിന്റെ ആഴം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ കപ്പലുകൾക്ക് വരെയും എന്ത് ചെയ്യാൻ പറ്റും? അവിടെ വന്ന് നങ്കൂരമിടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ആഴം കൂടുതലുള്ളതിനാൽ 400 മീറ്റർ വരെ നീളമുള്ള വലിയ കപ്പലുകൾ തുറമുഖത്ത് അടുപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം 1/2 കിലോമീറ്ററോളം ദൂരമുള്ള ഒരു കപ്പൽ വരെയും എവിടെ വരാനായിട്ട് പറ്റും? നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അത്രത്തോളം എന്താണ് വലിയ തുറമുഖമാണ് ഏതെന്ന് പറയുന്നത്? വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖം തിരുവനന്തപുരം. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഇപ്പോൾ ഏത് തന്നെയാണ്? വിഴിഞ്ഞം തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം. ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള തുറമുഖം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാ? വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖമാണ്. 18 കിലോമീറ്റർ ദൂരമാണ് എന്തുള്ളൂ ഇന്ത്യയിൽ രാജ്യാന്തര കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് വിഴിഞ്ഞം തുറമുഖമാണ്. 2023 സെപ്റ്റംബർ ISPS സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ പറയുന്ന 4 തുറമുഖങ്ങൾ. 1 വിഴിഞ്ഞം, 2 കൊല്ലം, 3 ബേപ്പൂർ, 4 അഴീക്കൽ. അപ്പോൾ 2023 സെപ്റ്റംബറിൽ ISPS, അതായത് ISPS എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡാണ് എന്തെന്ന് പറയുന്നത്? ISPS എന്ന് പറയുന്നത്. അപ്പോൾ ഈ ISPS സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ തുറമുഖങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാ? വിഴിഞ്ഞം, കൊല്ലം, ബേപ്പൂര്, അഴീക്കൽ. അപ്പൊ ഈ 4 തുറമുഖങ്ങൾക്കും എന്ത് കിട്ടിയിട്ടുണ്ട്? ISPS സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ISPS കിട്ടിയതാണ് ഈ 4 തുറമുഖത്തിനും. ഓക്കെ, ഇനി
നമുക്കറിയാം ഈ പറയുന്ന തുറമുഖത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ എത്ര കോടി രൂപയാണെന്ന് ചോദിച്ചാൽ 4600 കോടി രൂപയാണ് വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖത്തിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. ഇനി കേന്ദ്രത്തിന്റെ ആണെങ്കിൽ 860 കോടിയും അദാനി ഗ്രൂപ്പാണ് 2240 കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് മുടക്കിയേക്കുന്നത്. അങ്ങനെ ഈ പറയുന്ന വിഴിഞ്ഞം ഇന്റർനാഷണൽ തുറമുഖത്തിന്റെ മൊത്തം ചെലവായ തുക എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 7700 കോടി രൂപയാണ് വിഴിഞ്ഞം തുറമുഖത്തിന് ആകെ ചെലവായ തുക എന്ന് പറയുന്നത്. 7700 കോടി രൂപ. ഓക്കെ, അപ്പോ വിഴിഞ്ഞം തുറമുഖത്തിനുമായി ബന്ധപ്പെട്ട് PSCക്ക് എന്തായാലും ഒരു മാർക്കെങ്കിലും വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാം. ഔദ്യോഗിക നാമം വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് തിരുവനന്തപുരം. ഉദ്ഘാടനം ഒക്ടോബർ 15, 2023. അതേപോലെ മാനേജിംഗ് ഡയറക്ടർ ആരാന്ന് ചോദിച്ചാൽ ദിവ്യ എസ് അയ്യർ ആണ്. തുറമുഖത്തിന്റെ കരാറ് ആർക്കാണ് 60 വർഷത്തേക്ക് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദാനി ഗ്രൂപ്പിനാണ്. ഏത് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് വെച്ചാൽ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്. വിഴിഞ്ഞത്ത് തുറമുഖത്ത് എത്തിയ ആദ്യ കപ്പൽ ഷെൻഹുവ 15 ആദ്യ കപ്പല്. രണ്ടാമത് ഷെൻഹുവ 29. അതേപോലെ ആദ്യ കണ്ടെയ്നർ കപ്പലാണ് സാൻ ഫെർണാണ്ടോ. അതേപോലെ തന്നെ നാവികസേന കപ്പലായതാന്ന് ചോദിച്ചാൽ INS സത്ലജ് ആണ്. J17 എന്ന് പറയുന്നതാണ്. പൊതുപങ്കാളിത്തത്തോടെയുള്ള ആദ്യ തുറമുഖമാണ് എന്തെന്ന് പറയുന്നത് വിഴിഞ്ഞം. അതേപോലെ എന്താണ് ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖം? എത്ര മീറ്റർ? 20 മീറ്റർ. 400 മീറ്റർ വരെ നീളമുള്ള വലിയ കപ്പലുകൾ വരെയും എന്ത് ചെയ്യാൻ പറ്റും? ഈ തുറമുഖത്ത് വരാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്തു വെച്ചോ. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അടുത്തത് 75ാമത്തെ റിപ്പബ്ലിക് ദിനം. കാരണം 74ാമത് 73ാമത് റിപ്പബ്ലിക് ദിനം ഒക്കെ ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? PSC ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ വന്നിരിക്കുന്നത് ആരാണ് മുഖ്യ അതിഥി എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എന്താണ് തീം എന്താന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, ഇത് ഉറപ്പായിട്ടും ഒന്ന് പഠിച്ചു വെക്കുക. 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചത് എന്നാണ്? അത് 2024 75ാമത് റിപ്പബ്ലിക് ദിനമാണ് 2024. എന്തായിരുന്നു ഇതിന്റെ തീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീം എന്താണ്? വികസിത ഭാരത് ആൻഡ് ഭാരത് ലോകതന്ത്രാക്കി മാതൃക. ഇതാണ് 75ാമത് റിപ്പബ്ലിക് ദിന ആഘോഷത്തിന്റെ തീം എന്ന് പറയുന്നത്. തീം അപ്പൊ എന്താണ്? വികസിത ഭാരത് ആൻഡ് ഭാരത് ലോകതന്ത്രാക്കി മാതൃക. ഓക്കെ, അപ്പോ വികസിത ഭാരത് ആൻഡ് ഭാരത് ലോകതന്ത്രാക്കി മാതൃക എന്നതാണ് 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ തീം എന്ന് പറയുന്നത്. മുഖ്യ അതിഥി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മാനുവൽ മാക്രോൺ. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. കാരണം ഇതാണ് PSC എന്ത് ചെയ്യത്തുള്ളൂ? ചോദിക്കത്തുള്ളൂ. അപ്പൊ 75ാമത് റിപ്പബ്ലിക് ദിനത്തിന്റെ മുഖ്യ അതിഥി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഇമ്മാനുവൽ മാക്രോൺ ആണ്. എവിടത്തെ പ്രസിഡന്റാ? ഫ്രഞ്ച് പ്രസിഡന്റ് ആണ് ഇമ്മാനുവൽ മാക്രോൺ. ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ്. 75ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ നാണയം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75 രൂപയുടെ നാണയമാണ് എന്ത് ചെയ്തത്? പുറത്തിറക്കിയത്. 75ാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്റ്റാമ്പും പുറത്തിറക്കി. ഓക്കെ, അപ്പോ എന്താണ്? വികസിത ഭാരത് ആൻഡ് ഭാരത് ലോകതന്ത്രാക്കി മാതൃക ആയിരുന്നു തീം. മുഖ്യ അതിഥി ഫ്രഞ്ച് പ്രസിഡന്റ് ആയിട്ടുള്ള ഇമ്മാനുവൽ മാക്രോൺ ആണ്. അതേപോലെ പുറത്തിറക്കിയ നാണയം 75 രൂപയുടെ നാണയം പുറത്തിറക്കി. അതേപോലെ തന്നെ എന്ത് ചെയ്തു? 75 രൂപയുടെ സ്റ്റാമ്പും പുറത്തിറക്കി. 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ വേളയിലെ മലയാളി വനിതകൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ റിപ്പബ്ലിക് ദിന പരേഡില് നേവി കണ്ടീജന്റ് സംഘത്തിന്റെ പ്ലാറ്റൂൺ കമാൻഡറായ ആദ്യ മലയാളി വനിതയാണ് H ദേവിക. ഓക്കെ, അപ്പോ റിപ്പബ്ലിക് ദിന പരേഡിലെ നേവി കണ്ടീജന്റ് സംഘത്തിന്റെ പ്ലാറ്റൂൺ കമാൻഡറായ ആദ്യ മലയാളി വനിതയാണ് H ദേവിക. ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത ഏതാന്ന് ചോദിച്ചാൽ അത് ശ്വേത കെ സുഗതനാണ്. ശ്വേത കെ സുഗതനാണ് ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത. CRPFനെ നയിച്ച മലയാളി വനിത ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? അത് മേഘ നായരാണ്. CRPFനെ നയിച്ച മലയാളി വനിതയാണ് മേഘ നായർ. ഫ്രഞ്ച് സൈന്യം 2024 റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തു. അപ്പോ ഫ്രഞ്ച് പ്രസിഡന്റ് പങ്കെടുത്തു. ആര്? ഇമ്മാനുവൽ മാക്രോൺ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഫ്രഞ്ച് സൈന്യവും 2024 റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കെടുത്തു. അതേപോലെ ISRO അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രമേയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രയാൻ 3 ആണ് ISRO അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രമേയം. ISRO അവതരിപ്പിച്ച ടാബ്ലോയുടെ പ്രമേയം ചന്ദ്രയാൻ 3. വിദേശകാര്യ മന്ത്രാലയം അവതരിപ്പിച്ച ടാബ്ലോ ആണ് G20 ഉച്ചകോടിയുടെ വിജയമാണ് വിദേശകാര്യ മന്ത്രാലയം അവതരിപ്പിച്ചത്. 2024 റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനം ചോദിച്ചാൽ അങ്ങനെ ചോദിക്കാറുണ്ട്. അത് ഒഡീഷയാണ്.
ഇനി 2024 എന്താണ് റിപ്പബ്ലിക് ദിന പരേഡിലെ മികച്ച ടാബ്ലോയ്ക്കുള്ള 2ാമത്തെ പുരസ്കാരം ലഭിച്ചത് ഗുജറാത്തിനാണ്. ഇനി മികച്ച ടാബ്ലോയ്ക്കുള്ള 3ാമത്തെ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട് സർക്കാരിനാണ്. ഓക്കെ, അതായത് തമിഴ്നാട് സ്റ്റേറ്റിനാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 75ാമത് റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ വികസിത ഭാരത് ലോകതന്ത്രാക്കി മാതൃക പഠിച്ചോ. ഇമ്മാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് ആണ്. 75 രൂപ നാണയം, 75 രൂപ സ്റ്റാമ്പ്. അതേപോലെ തന്നെ എന്താണ് എച്ച് ദേവിക, അതേപോലെ തന്നെ എന്താണ് ശ്വേത കെ സുഗതൻ, മേഘ നായർ. ചന്ദ്രയാൻ 3 G20 ഉച്ചകോടി. അതേപോലെ തന്നെ എന്താണ് ഒഡീഷ സംസ്ഥാനമാണ് ടാബ്ലോ ഫസ്റ്റ്, സെക്കൻഡ് ഗുജറാത്ത് ആണ്, തേർഡ് എന്ന് പറയുന്നത് തമിഴ്നാടാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത് പോയത്. മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ പോയിന്റ്സും നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് പോരെ. ടെലഗ്രാമിൽ ഇതിന്റെ PDF നോട്ട് അവൈലബിൾ ആയിരിക്കും. നോട്ട് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നേരെ നമ്മുടെ 9 മണിയിലെ ക്വസ്റ്റ്യൻ പോളിൽ കൂടി ഒന്ന് പങ്കെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് വിഭാഗത്തിലെ മുഴുവൻ മാർക്കും ഇതിൽ നിന്നും കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനലിന്റെ പേര് വൺ ക്ലിപ്പ് PSC എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നേരെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സെയിം എംബ്ലം തന്നെയാണ് നമ്മുടെ ടെലഗ്രാമിനും. അതിലൊന്ന് ജോയിൻ ചെയ്യുക, കറക്റ്റായിട്ട് പോൾ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്വിക്ക് റിവിഷൻ കൂടിയായിരിക്കും ഇതിന്റെ കൂടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട മൊത്തം കറണ്ട് അഫയേഴ്സ് കൂടി ചെയ്തതോടുകൂടി നമ്മുടെ ഈ ഒരു 500 ഫാക്ട് അതോടുകൂടി കംപ്ലീറ്റ് ആകും. അപ്പൊ ഈ ഒരു 2-3 വീഡിയോസ് എങ്കിലും നിങ്ങൾ മൊത്തമായിട്ട് കണ്ടാൽ മതി. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിൽ നിന്നൊരു 18 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു ക്ലാസ്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ. നമുക്ക് നാളെ ഡേ 2 ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.